ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം എല്ലാ കൂട്ടുകാരും സുഖമായിട്ടിരിക്കുകയാണല്ലോ അല്ലേ? ഇന്ന് ഞാനുണ്ടല്ലോ ഒരു ചെറിയൊരു ടിപ്സും കൊണ്ടാണ് വന്നേക്കുന്നത്. നമ്മുടെ പുരികത്തിന് നല്ല കറുപ്പ് കിട്ടാനും പുരികം നല്ല കട്ടിയിൽ തന്നെ വളരാനൊക്കെ പറ്റിയ ഒരു പാക്കിൻ്റെ വീഡിയോ ആണ് കേട്ടോ. ഇത് നമ്മുടെ പുരികത്തേക്ക് ആണെങ്കിൽ പുരികം നന്നായിട്ട് വളരുകയൊക്കെ ചെയ്യും. പുരികത്തിന് നല്ല കറുപ്പുണ്ടാകും. സാധാരണ ഞാൻ ഫേസ് പാക്കിൻ്റെ വീഡിയോ ആയിട്ടുള്ള വരവ് അധികം ഫേസ് പാക്കാണല്ലോ മുഖത്ത് തേക്കുന്നതോ അല്ലെങ്കിൽ കഴുത്തിൽ തേക്കുന്നതോ കാലിലോ കയ്യിലോ അല്ലേ. അപ്പോൾ ഇന്ന് നമ്മുടെ പുരികത്തിന് തേക്കാനുള്ള അടിപൊളി ഒരു പാക്കാണ്, ഈസി ഒരു പാക്കാണ് കേട്ടോ. എല്ലാവർക്കും ഈ ഒരു പാക്ക് ട്രൈ ചെയ്യാവുന്നതാണ്. പുരികം ഇല്ല എന്ന് സങ്കടപ്പെടുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഈ ഒരു പാക്ക് ഉടനെ തന്നെ ട്രൈ ചെയ്തോളൂ കേട്ടോ. നല്ല മാറ്റം തന്നെ ഉണ്ടാകും. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോയാലോ. അപ്പോൾ അതിന് മുന്നേ ആദ്യമായിട്ട് വീഡിയോ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ നമ്മൾ ചാനലൊക്കെ ഒന്ന് കണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കല്ല കേട്ടോ. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോയേക്കാം. അപ്പം ഞാൻ മുമ്പ് ഒരു വീഡിയോ ഇട്ടായിരുന്നു, നമ്മുടെ പുരികത്തിന് നന്നായിട്ട് കറുപ്പ് കിട്ടാനും കട്ടിയിൽ വളരാനും ആവണക്കെണ്ണ രാത്രി കിടക്കാൻ നേരത്ത് 1-2 തുള്ളി എടുത്ത് നമ്മുടെ പുരികത്ത് അങ്ങ് തേച്ച് കൊടുക്കുകയാണെങ്കിൽ പുരികം നല്ല കട്ടിയിലും നല്ല കറുപ്പോടെ തന്നെ വളരുമെന്ന് മുമ്പ് ഞാൻ വീഡിയോയിൽ പറഞ്ഞായിരുന്നു കേട്ടോ. അതെത്ര പേര് ചെയ്തിട്ടുണ്ട്. അപ്പം ആവണക്കെണ്ണ പണ്ട് തൊട്ടേ നമ്മുടെ അമ്മമാരൊക്കെ ചെയ്യുന്നൊരു കാര്യം തന്നെയാണ്. പുരികം വളരാനും ഒക്കെ പണ്ടുള്ളവരെ ചെയ്യുന്നൊരു കാര്യം തന്നെയാണ്. അതന്നെ നമ്മളിപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ എൻ്റെ പുരികത്തിനെന്താ നല്ല കറുപ്പാണ്. പുരികം കരിയും തേച്ചതല്ല കേട്ടോ, കണ്ടില്ലേ. അപ്പം ഞാൻ തേക്കുന്ന ഒരു സംഭവമാണ് ആവണക്കെണ്ണ. അപ്പോൾ നമുക്ക് ഡബിൾ റിസൾട്ട് കിട്ടണ്ടേ. അതായത് പെട്ടെന്ന് തന്നെ പുരികം നന്നായിട്ട് കറക്കും വേണം, പെട്ടെന്ന് തന്നെ പുരികം നന്നായിട്ട് വളരും ചെയ്യണ്ടേ. അപ്പോൾ അതിനുള്ള ഒരു പാക്കാണ് ഇത്. അപ്പോൾ ഈ പാക്കിനായിട്ട് നമുക്ക് ആവണക്കെണ്ണ വേണം. ആവണക്കെണ്ണ മേടിക്കാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ ഉടനെ തന്നെ ആവണക്കെണ്ണ മേടിച്ച് വെച്ചോളൂ കേട്ടോ. ആവണക്കെണ്ണ നമ്മുടെ മുടിക്കും നമ്മുടെ തലമുടിക്കും പിന്നെ പുരികത്തിനും പിന്നെ ചുണ്ടിൻ്റെ ആ വരൾച്ചയൊക്കെ മാറാനും നമ്മുടെ കാലിൽ വിണ്ട് കീർന്ന് മാറാനൊക്കെ നല്ല സാധനമായിട്ട് ആവണക്കെണ്ണ വെച്ചിട്ട് ഒരുപാട് പാക്ക് ഞാൻ ഒരുപാടല്ല 1-2 പാക്കൊക്കെ നിങ്ങൾക്ക് ഞാൻ ഷെയർ തന്നിട്ടുണ്ടായിരുന്നു. നമ്മുടെ കാൽമുട്ടിലോട്ടെ നമ്മുടെ കാൽ വിണ്ട് കീറുന്നില്ലേ, വിണ്ട് കീറുന്നതിന് ഈ ആവണക്കെണ്ണ സൂപ്പറാണ്. ആ വിണ്ട് കീറലൊക്കെ മാറി നല്ല സോഫ്റ്റ് ആവാനൊക്കെ നല്ല അടിപൊളി സാധനം കേട്ടോ ആവണക്കെണ്ണ. അതിൻ്റെ ഒരു പാക്ക് ഞാൻ മുമ്പ് നിങ്ങൾക്ക് ഷെയർ ചെയ്തായിരുന്നു. അപ്പോൾ നമുക്ക് ഇന്നത്തെ പാക്കിനും ആവണക്കെണ്ണ വേണം, കുറച്ച് മതി കേട്ടോ. ഇതിൻ്റെ ഗുണം ഒരുപാടുണ്ടെന്നും പറഞ്ഞുകൊണ്ട് നമ്മൾ ഒരുപാടൊന്നും തേക്കരുത്, നമുക്ക് നല്ല റിസൾട്ട് കിട്ടണമെന്നുമില്ല. പിന്നെ വേണ്ട സാധനമാണ് അലോവേറ ജെല്ല്. ഞാൻ ഈ അലോവേറ ജെല്ല് നമുക്ക് നാച്ചുറലായിട്ട് അലോവേറ ജെല്ല് എടുക്കാം കേട്ടോ. ഇതെടുക്കാൻ കാരണം നമുക്കൊരു കട്ടി വേണമല്ലോ. അല്ലെങ്കിൽ നമ്മൾ നാച്ചുറലായിട്ട് അലോവേറ ജെല്ല് എടുക്കുകയാണെങ്കിൽ അതിങ്ങനെ ഒലിച്ചു പോകാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഇതുപോലെ നമുക്കൊരു കട്ടി കിട്ടാനായിട്ടാണ് ഞാനിത് ഈ ഒരു അലോവേറ ജെല്ല് എടുത്തത് കേട്ടോ. ഇത് ഞാൻ മേടിച്ച അലോവേറ ജെല്ല് ഇതാണ്, ബഞ്ചാറസിൻ്റെ ആണ്. റോസ് വാട്ടറും ബഞ്ചാറസിൻ്റെ ആണ്, അലോവേറ ജെല്ലും ബഞ്ചാറസിൻ്റെ ആണ് കേട്ടോ. ഇതിൻ്റെ വൈറ്റ് കളർ ഉള്ളതുകൊണ്ട് ഞാനിപ്പം ഈ കളർ എടുത്തതേ ഉള്ളൂ. അപ്പോൾ അലോവേറ ജെല്ല് വേണം. പിന്നെ വേണ്ട സാധനമാണ് അലോവേറ ജെല്ല്. നമ്മുടെ പുരികം നന്നായിട്ട് വളരാനൊക്കെ നല്ലതാണ്. ആവണക്കെണ്ണ നമ്മുടെ പുരികം നന്നായിട്ട് വളരാൻ നല്ല സാധനമാണ്. പിന്നെ മൂന്നാമതൊരു സാധനമുണ്ട്. അതെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു കരി കണ്ടോ, ഇതാണ് ചിരട്ടക്കരി. ഈ ചിരട്ടക്കരി ഉണ്ടല്ലോ നമ്മുടെ മുടി വളരാനും നല്ലതാണ്, പുരികം നന്നായിട്ട് വളരാൻ നല്ലതാണ്, നല്ല കറുപ്പ് കിട്ടാനും നല്ലൊരു സാധനം തന്നെയാണ് ചിരട്ടക്കരി. അപ്പോൾ ചിരട്ടക്കരി ഉണ്ടാക്കാൻ പ്രത്യേകിച്ച് പറഞ്ഞു തരണം, എല്ലാവർക്കും അറിയാം തന്നെ. ചിരട്ട നന്നായിട്ട് കരിച്ചിട്ട് ഒരു അമ്മിക്കൽ വെച്ച് നന്നായിട്ട് പൊടിച്ചങ്ങ് എടുക്കാം കേട്ടോ. ഞാൻ എടുത്തത് നന്നായിട്ട് അങ്ങ് പൊടിഞ്ഞിട്ടില്ല, പക്ഷെ നിങ്ങൾ എടുക്കുക നന്നായിട്ട് അങ്ങ് പൊടിച്ച് നല്ല പൗഡർ രീതിയിൽ എടുക്കുക. അല്ലെങ്കിൽ പിന്നെ നമുക്ക് അവിടെയൊക്കെ ഇങ്ങനെ കൊണ്ടുകയറും. അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിച്ചാൽ മതി കേട്ടോ. അപ്പോൾ ഈ സംഭവം ഈ 3 സൂത്രധാരങ്ങൾ മാത്രം മതി നമ്മുടെ പുരികം നന്നായിട്ട് കട്ടിയിൽ വളരാൻ. അപ്പം ഞാൻ ചിരട്ടക്കരി എടുത്തിട്ടുണ്ടല്ലോ, കുറച്ച് എടുത്തിട്ടുള്ളൂ. ഇതാ ഒരു നുള്ള് കണ്ടില്ലേ, ഇത്രയേ എടുത്തിട്ടുള്ളേ. ഇനി നമുക്ക് ഇതിലോട്ട് അലോവേറ ജെല്ലും കൂടി ഒന്ന് ഇട്ട് കൊടുക്കാം കേട്ടോ. കുറച്ച് അലോവേറ ജെല്ലും കൂടി ഞാനിതാ ഇട്ട് കൊടുത്തിട്ടുണ്ട്. നമുക്ക് ആവണക്കെണ്ണ
ഇത്ര മതി. ആവണക്കണ്ണ എടുക്കണത് കുറച്ചെടുത്താൽ മതി. ഇത്ര മതിയാവും കേട്ടോ. അതനുസരിച്ച് നമുക്ക് കൂട്ടുമൊക്കെ ചെയ്യാം. അത് നമുക്ക് കുറേശ്ശെ അങ്ങ് ഇട്ടുകൊടുക്കാം. കണ്ടോ ഇതിൻ്റെ കറുപ്പ് കണ്ടോ? സ്പൂൺ വേണ്ടത് ഞാൻ കൈ കൊണ്ട് തന്നെ മിക്സ് ചെയ്യുവാനേ, സ്പൂണിൽ ശരിയാവുന്നില്ല. അപ്പം ഈ ഒരു പാക്ക് നല്ലതാണ് കേട്ടോ. പുരികയില്ലാത്തവർക്കൊക്കെ പുരിക നന്നായിട്ട് വളരാനും നല്ല കറുപ്പ് കിട്ടാനും. നമ്മുടെ പാക്ക് ഇവിടെ എന്താ റെഡി ആയിട്ടുണ്ട്, കണ്ടില്ലേ? അപ്പോൾ ഈ ഒരു പാക്കാണ് കേട്ടോ നമ്മൾ പുരികത്തിനങ്ങ് തേച്ച് കൊടുക്കുന്നത്. അപ്പോൾ ഇത് പുരിക നന്നായിട്ട് കട്ടിയിൽ വളരാനും പുരികത്തിന് കറുപ്പ് കിട്ടാനൊക്കെ സൂപ്പർ പാക്കാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. എല്ലാവർക്കും പുരിക നന്നായിട്ട് കട്ടി തന്നെ വളരട്ടെ. ഞാൻ പറയാം ഒരു ഈസി ഒരു പാക്കാന്ന് പറഞ്ഞില്ലേ, ഇത് നമുക്ക് രാത്രി കിടക്കാൻ നേരത്ത് തേച്ചിട്ട് കിടക്കുവാണെങ്കിൽ നല്ലതാണ്, പുരിക നന്നായിട്ട് വളരും. അല്ലെങ്കിൽ നമ്മൾ ഒരു അരമണിക്കൂറെങ്കിലും, അരമണിക്കൂർ വേണ്ട, ഒരു 1/4 മണിക്കൂറെങ്കിലും പുരികത്ത് നന്നായിട്ട് അങ്ങ് തേച്ച് പിടിപ്പിച്ചാൽ മതി. തേച്ച് പിടിപ്പിക്കുന്നതിന് മുന്നേ ചെറിയൊരു മസാജിങ് കൂടെ കൊടുക്കണം കേട്ടോ. മസാജ് നിങ്ങൾക്ക് അന്ന് പറഞ്ഞു തന്നായിരുന്നു, ഇങ്ങനെ ഒന്ന് ജസ്റ്റ് പതുക്കെ കേട്ടോ, പതുക്കെ ഒന്ന് മസാജും കൂടെ കൊടുക്കണം. എന്നിട്ട് നമുക്കിതങ്ങ് തേച്ച് കൊടുത്താൽ മതി. അപ്പം നമുക്ക് നല്ല റിസൾട്ട് കിട്ടും. അല്ലാതെ ചുമ്മാ അങ്ങനെ തേച്ച് കൊടുത്തിട്ടൊന്നും ഒരു കാര്യമില്ല. ചെറിയ രീതിയിലൊന്ന് മസാജും കൂടെ കൊടുക്കണം കേട്ടോ. പതുക്കെ ഒന്ന് കൊടുത്താൽ മതിയാവും. പിന്നെ പുരികത്തിന് എന്താ പറയുക, പൊഴിച്ചിലുണ്ടാവില്ല, പുരിക ഇങ്ങനെ പൊഴിഞ്ഞു പോകില്ല, അതിനൊക്കെ ഈ ആവണക്കെണ്ണ നല്ലതാണ് കേട്ടോ. പിന്നെ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് നിങ്ങളുടെ തലയിൽ താരനുണ്ടോ എന്ന് ശ്രദ്ധിക്കണം. ഈ തലയിൽ താരനുള്ളവർക്ക് പുരികം പൊഴിഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. അതായത് താരൻ നമ്മുടെ നെറ്റിലിട്ട് വീണ് അത് പിന്നെ പുരികത്തിൽ വീണ് അവിടെ നിന്ന് ഇങ്ങനെ കൊഴിഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. അപ്പോൾ താരനുണ്ടോ എന്നൊന്ന് ചെക്ക് ചെയ്തതിന് ശേഷം മാത്രം ഇതൊന്ന് തേച്ചാൽ മതി കേട്ടോ. അല്ലെങ്കിൽ പിന്നെ തേച്ചിട്ട് കാര്യമില്ലല്ലോ. അതാണ് ഞാൻ പറഞ്ഞു തന്നത്. ഇത് നമുക്ക് അടുത്ത ഒരാളെ പരിചയപ്പെടാവേ. അതെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചുണ്ടിന് നല്ല നിറം കിട്ടാനും ചുണ്ടിലെ കറുപ്പ് പോകാനും ചുണ്ടിലുള്ള ചുളിവുകളൊക്കെ നല്ലവണ്ണം കുറയാനൊക്കെ പറ്റിയ ഒരു ഈസി ഒരു ലിപ് ബാം കേട്ടോ. അതോട്ടതാ ഈ ഡബ്ബിൽ ഞാൻ തയ്യാറാക്കി വെച്ചിരിക്കുന്നത്. ഈ ലിപ് ബാം ഞാൻ പിള്ളേർ എല്ലാവരും ഉപയോഗിക്കുന്നുണ്ട് കേട്ടോ. നമ്മളൊരു ദിവസം തന്നെ 3-4 തവണ അങ്ങനെ ജസ്റ്റ് ചുണ്ടത്തങ്ങ തേച്ച് കൊടുക്കും, മുഖത്തല്ല ചുണ്ടത്തങ്ങ തേച്ച് കൊടുക്കുക. അപ്പം പെട്ടെന്ന് അങ്ങതാ തീർന്നു. കുറച്ചേ ഉള്ളൂ, കണ്ടു ഇനി അത് കാണിച്ചാൽ ചിലപ്പം കാണില്ല, കണ്ടോ കുറച്ചേ ഉള്ളേ. ഇത് നമുക്ക് ഇതെങ്ങനെ ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബീട്രൂട്ടാണ് വേണ്ടത്. ഒരു മീഡിയം സൈസ് ഒരു ബീട്രൂട്ട് എടുക്കുക. അതിൻ്റെ പകുതി മതി കേട്ടോ. അത് നല്ല ഒരു തൊലിയൊക്കെ കളഞ്ഞ് കഴുകിയിട്ട് ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് മിക്സിയുടെ ജാറ് നന്നായിട്ട് അങ്ങ് അരച്ചെടുക്കാം. ഇച്ചിരി വെള്ളം ചേർത്തങ്ങ് അരച്ചെടുത്തോളൂ കേട്ടോ. എന്നിട്ട് ഒരു പാത്രം വെച്ചിട്ട് അതിലേക്ക് അങ്ങ് നമ്മളത് അരിച്ചെടുത്താൽ നീരില്ലേ അത് അതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് ഇങ്ങനെ ചെറിയ തീയിൽ അങ്ങ് ചൂടാക്കി എടുക്കുക. അപ്പോൾ അതിനകത്തുള്ള ആ വെള്ളം ഉണ്ടാവുമല്ലോ, ആ വെള്ളമൊക്കെ പറ്റിപ്പോകും കേട്ടോ. എന്നിട്ട് നമുക്കൊരു കുഴമ്പൻ രൂപത്തിൽ നമുക്ക് കിട്ടും. അത് നമുക്ക് മാറ്റി വയ്ക്കുക. എന്നിട്ടത് ചെറിയൊരു ഇളം ചൂടോടെ തന്നെ നമുക്ക് അതിൽ ചേർത്ത് വെക്കുന്ന സാധനമാണ് ബട്ടറും കൂടെ അങ്ങ് മിക്സ് ചെയ്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് ഇതുപോലത്തുള്ള ഒരു കുഞ്ഞ് ഡെപ്പിയിൽ, ഇതൊരു ലിപ് ബാം ആട്ടോ, കണ്ടില്ലേ ലിപ് ബാമിൻ്റെ ഡെപ്പിയാണ്. പണ്ടെപ്പോഴോ മേടിച്ചത്, ഞാനിത് കളയാതെ എടുത്ത് വെച്ചതാണ് കേട്ടോ. ഇതിലോട്ടങ്ങ് ഒഴിച്ച് ഫ്രിഡ്ജിലങ്ങ് വെച്ചാൽ മതി. നമുക്ക് ആവശ്യ സമയത്ത് ചുണ്ടിട്ടങ്ങ് തേച്ച് കൊടുക്കുക. നല്ലതാണ്, ചുണ്ടിൽ ചുളിവുകൾ മാറും, ചുണ്ടിന് നല്ല നിറം കിട്ടും, ചുണ്ട് നല്ല എന്താ പറയുക ചുളിവുകളൊക്കെ മാറി അടിപൊളിയായിട്ട് തന്നെ ഉണ്ടാവും കേട്ടോ. ഇതൊരു നാച്ചുറൽ പാക്കാണ്. ഈ പറയുന്ന എല്ലാം നാച്ചുറൽ പാക്കാണ് അല്ലേ. പുതിയ നന്നായിട്ട് വളരാനുള്ള അത് നാച്ചുറൽ പാക്കാണ്, ചുണ്ട് ചുമക്കാനുള്ള അത് നാച്ചുറൽ പാക്കാണ്. ഇതിപ്പോൾ ചുണ്ട് തേച്ച് വെച്ച് നമുക്ക് ഒരു കുഴപ്പമില്ല, കാരണം ഇത് നമ്മൾ നക്കിയാലും ഒരു കുഴപ്പമില്ല. നമ്മൾ സാധാരണ നമ്മളെ ചുണ്ട് എപ്പോഴും നനച്ചു കൊടുക്കുന്ന ആൾക്കാരാണ്. അപ്പോൾ ഇങ്ങനെ ഇടയ്ക്ക് നനച്ചു കൊടുക്കുമ്പം അത് ചുണ്ട് വയറ്റി പോയാലും ഒരു പ്രശ്നമില്ല, കാരണം ഇത് ബീട്രൂട്ട് ജ്യൂസും ബട്ടർ മാത്രമേ ഉള്ളൂ, വേറെ ഒരു സാധനം ഇതിൽ നമ്മൾ ചേർത്തിട്ടില്ല. നല്ലൊരു സംഭവം, ഇത് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കല്ല കേട്ടോ.
വീണ്ടും നല്ല വീഡിയോസ് നമുക്ക് കാണാവേ. അപ്പോൾ എല്ലാവർക്കും ടാറ്റാ.